ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടൊന്ന് കണ്ടു കേട്ടാ. നിങ്ങൾ ആഗ്രഹിച്ച കൂട്ടത്തിൽ വീടല്ലെന്ന് നിങ്ങൾ പറയുക. കാരണം ഇതിന്റെ അക്കത്തെ കാഴ്ചകൾ, കാരണം എല്ലാ സൗകര്യവും ഉണ്ട്. എല്ലാ സൗകര്യം പറഞ്ഞെങ്കിൽ മരത്തിനും മരം, അങ്ങനെ മനസ്സിലായി. സ്ഥലം ആവശ്യത്തിന് കിടക്ക, വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമാണ്. എങ്ങനെ എല്ലാ സെറ്റപ്പുള്ള ഒരു വീടാണ്ടത്. വീട് കാണാം, അത്യാവശ്യത്തിന് ചെടിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വീട്, ന്യായമായിട്ടുള്ളൊരു വില. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. കാരണം ഒരുപാട് വിലയും, കാരണം ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ. ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇത്തിരി ഡള്ളായിട്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ട് അപ്പൊ ആവലൊക്കെ ഇപ്പൊ കച്ചവടം നടക്കുള്ളൂ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. മാവ് അങ്ങനെയുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പൊ അത്യാവശ്യം ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കിട്ടും നമുക്ക്. അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത് റിക്വസ്റ്റ് ആണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയണത്. അപ്പൊ ഒരുപാട് പേര് ലൈക്ക് അടിക്കണ്ട, അവർക്ക് ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. അപ്പൊ ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിച്ച് സ്വീകരിക്കുക. കാരണം നിങ്ങളുടെ ലൈക്ക് കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ്. അതുപോലെ നമ്മൾ കൊണ്ടുവന്ന വീടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി വാങ്ങിക്കാം. കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് മാത്രമേ ഒരു വീട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുള്ളൂ. കാരണം വീടിന് ഓരോ ബാധ്യത കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും പേപ്പറുകൾ, എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അന്വേഷിച്ച് എല്ലാവരും ചോദിച്ച് എല്ലാം ക്ലിയർ ചെയ്തിട്ടാ ഈ ഒരു വീട് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുള്ളൂ. കണ്ട സിറ്റ് ഔട്ടൊക്കെ കണ്ട, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കാരണം ഇവിടെ രണ്ടുപേരെ താമസമുള്ളൂ. എന്നാലും അറിയാലോ പക്കയായിട്ട് വീട് സൂക്ഷിക്കുന്നത്. അതാണ് നിങ്ങളുടെ കയറി തന്നെ ആ ഒരു ഏരിയ, ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാൽ കയറി വരുന്ന ഒരു ഏരിയ. അതിനത് ചെറിയൊരു സ്പേസ് ആണിത്. ഇതിന് വലുതാണ് പറയാം. ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ട് നേരെ ഇപ്പുറത്ത് നിങ്ങൾക്ക് ലിവിങ് സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയും ലിവിങ് ഒക്കെ രണ്ടായിട്ടാണ്. അപ്പൊ നമുക്ക് ഒരു പ്രൈവസിയാണ്. കാരണം ലിവിങ് ഏരിയയിൽ ആരെങ്കിലും വന്നിരുന്നാൽ തന്നെ ഡൈനിങ് ഏരിയ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം കാണത്തില്ല, അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ്, അത്യാവശ്യം ആവശ്യത്തിന് സ്പേസ് ഉള്ള ലിവിങ് ഏരിയ എന്ന് പറയാം. അത്യാവശ്യം കുറഞ്ഞു പോകുന്നുള്ളൊരു എന്ത് വരും, ആവശ്യത്തിന് സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ. പിന്നെ നിങ്ങളുടെ ഡൈനിങ് ഏരിയ ആണ് കാണുന്നത്. ആവശ്യത്തിന് വലിപ്പമുള്ള നല്ലൊരു ഡൈനിങ് ഏരിയ, നല്ല സ്പേസ് ഉണ്ടെന്നുള്ളത്. നല്ല സ്പേസ് ഉള്ള ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ നേരെ കാണുന്ന വാഷ് കൗണ്ടർ, ആവശ്യത്തിന് എല്ലാ സൗകര്യമുള്ളൊരു വാഷ് കൗണ്ടർ, നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ടി വി സ്പേസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സൗകര്യം നിങ്ങൾ ആഗ്രഹിച്ചു കൊടുത്തൊരു സൗകര്യം. കാരണം എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു പ്രൈവസി വേണം. എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നമുക്ക് ടി വി കാണാൻ അടുത്ത് ടി വി കാണാം, ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുക, ലിവിങ് ഒരു ഗസ്റ്റ് വന്ന് അവരോട് സംസാരിക്കാം, അവർക്കൊരു ഏരിയ, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഒരു വീട്. ഈ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9.25 സെന്റ് സ്ഥലത്താണ്ട, 10 സെന്റ് തികയില്ല, 9.25 ഉള്ളു. ഇത് നിങ്ങളുടെ കിച്ചണടാ, കിച്ചൺ ഒന്ന് കണ്ടേക്കെ. ആവശ്യത്തിന് വലിപ്പം, നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെ പറയാം. എല്ലാ കാര്യങ്ങൾക്കും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കണം ഒരു കിച്ചൺ. മുകളിലൊക്കെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തേക്കുന്നുണ്ടോ, എന്ത് ഏരിയ നോക്കി. അത്യാവശ്യം നമ്മുടെ എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിക്കാൻ പറ്റും, പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ഒരു കിച്ചൺ. ഇടയ്ക്ക് ചെറിയ ഷെൽഫൊക്കെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്പേസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതേ കൊടുത്ത വീടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അടുപ്പിച്ചിട്ടായിരിക്കും. കാരണം എല്ലാത്തിനും സ്പേസ് ഉണ്ട്, നമുക്ക് എല്ലാവരും സൂക്ഷിച്ച് വെക്കാനൊക്കെ. കുറഞ്ഞൊരു സ്പേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ലെന്നുള്ളത്, അത്രയും പക്കയായിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ നിങ്ങൾ ഈ കാണുന്നത്. കാരണം നമുക്ക് റഫ്യൂസും കാര്യങ്ങളൊക്കെ, ഈ വലിയ പാത്രങ്ങൾ എന്തെങ്കിലും കഴുകാനും എടുക്കാനൊക്കെ ഉള്ള ഒരു ഏരിയയിൽ കൊടുത്തേക്കണം. അപ്പൊ ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് മുകളിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നുണ്ട്. ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2800 സ്ക്വയർ ഫീറ്റ് ആണ്. പ്ലസ് ഈ ഒരു വർക്ക് ഏരിയ വരും. ഇതൊരു 150 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇത് രണ്ടാമതെടുത്താണ്. അപ്പം മൊത്തത്തിൽ ഇത് നിങ്ങൾ തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഉപയോഗിക്കാനുള്ള ഗ്യാസ് ആയതുകൊണ്ട് ഇപ്പൊ എല്ലാവരും, കാരണം അവർ 2 പേരുള്ളൂ. അപ്പൊ അവർക്ക് അതിന് വേണ്ടുള്ള വിറകും കാര്യങ്ങളൊന്നും വേണ്ടല്ല. പിന്നെ സർവന്റിന് ആ അറ്റത്തൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത് ഒരു 150 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ വരുമ്പോൾ 2800
150, 2950 സ്ക്വയർ ഫീറ്റ് വരും. സർവെന്റിനുള്ളൊരു ബാത്റൂമാണ്. പിന്നെ ഇതിന്റെ മുകളിലത്തെ നില റെന്റിന് കൊടുത്തേക്കേണ്ടത്. കാരണം എല്ലാം കൂടെ നോക്കാൻ പറയാം. മുകളിലത്തെ ഒന്ന് പാർട്ടീഷൻ ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഇതായിട്ട് ഉപയോഗിക്കുക. ആ പാർട്ടീഷൻ എടുത്ത് മാറ്റിയാൽ മതി. നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് ഒരു വരുമാനത്തിന് വലിയ വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാടക കൊടുക്കുകയും ചെയ്യാം. പുറത്തോട്ടുള്ള വഴിയാണിത്. നമ്മൾ ആദ്യം കാണിച്ചില്ലേ, ഇത് കിച്ചണിൽ നിന്ന് പുറത്തോട്ടിറങ്ങാനുള്ള സ്പേസാണ്. ഇപ്പൊ നിലവിലത് ഈ വീടിന് ഓണർ ഒരു ഫ്രണ്ടിന് വാടക കൊടുത്തേക്കണം. അത് നിങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ ഒരു മാറിത്തരും. അതെല്ലാം നിങ്ങൾക്ക് അവരെ കണ്ടിന്യൂ ചെയ്യാം. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ നിലവിൽ ഇതിന് വാടക കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കമാലിയാണ്. അങ്കമാലി ബാങ്ക് ജംഗ്ഷൻ. അത് മെയിൻ ടൗണിൽ നിന്ന് ടൗണിൽ നിന്ന് നേരെ അകത്തോട്ടൊരു ബസലിക്കപ്പള്ളിയുടെ തൊട്ടടുത്ത് തരിക. അതായത് സിനിമാനടൻ ചെമ്പൻ വിനോദിന്റെ വീടിന്റെ ഒരു 3 വീടിന്റെ താഴത്ത് മൂന്നാമത്തെ 4ാമത്തെ വീടാണിത്. അത്രയും അടുത്തുള്ളതാണ്. ബെഡ്റൂമൊക്കെ കണ്ട ആവശ്യത്തിന് വലിപ്പമുള്ള ബെഡ്റൂമാണ്. എല്ലാ സൗകര്യവും കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. അപ്പൊ ഈ വീടിനുള്ളത് 5 ബെഡ്റൂമാണുള്ളത്. 4 അറ്റാച്ച്ഡും ഒരു കോമണും. അങ്ങനെയാണ് ഈ വീടിന്റെ സെറ്റപ്പ്. പിന്നെ ഈ വീടിന് അത് മെയിൻ നമ്മുടെ ഹൈവേ, അതായത് അങ്കമാലി എറണാകുളം ആലുവക്ക് പോകുന്ന ഹൈവേന്ന് ഒരു 600 മീറ്റർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ വീട്ടിലോട്ട്. കാരണം നമുക്ക് ബസ്സിലേക്കപ്പോൾ തൊട്ട് താഴത്തിന് കുറച്ച് സിനിമാനം ചെമ്പന്തിന്റെ വരുമ്പോൾ 4ാമത്തെ വീട അട്ടിയെന്ന് പറഞ്ഞു. 4ാമത്തെ വീട് കഴിഞ്ഞ് റൈറ്റ് ചെയ്യുന്ന വീട്. അത്രയും സൗകര്യങ്ങളൊക്കെ. അതായത് അങ്കമാലി ടൗണിലുള്ളൊരു വീട്. ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 9.25 സെന്റ് സ്ഥലവും ഈ 2950 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഇവര് ചോദിക്കണത് 1,15 ലക്ഷം രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. കാരണം ഈ വീട്ടിലെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നേരിട്ട് കാണാം. നേരിട്ട് വന്ന് കണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. കാരണം ഈ വീട് എന്തുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. 2ാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ്. ഇനി ഇതിന്റെ മുകളിൽ ഇപ്പോൾ വാടകക്കാരുള്ളവരെ ഞാൻ മുകളിലത്ത് എടുത്തിട്ടില്ല. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കയറി കാണാനുള്ള ഒരു സൗകര്യം അവർ ചെയ്തു തരും. ഇരിക്കും. കാരണം അവിടെ ഓൾറെഡി താമസമുള്ള കാരണം നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു പരിചയമില്ല. നിങ്ങൾ പാർട്ടി വരുമ്പോഴത്തേക്കും ഇപ്പൊ താഴത്തെ ഫ്ലോർ മാത്രം ഓണർമാർ താമസിക്കുന്നത് താഴത്താണ്. ഇപ്പൊ മുകളിലോട്ട് ഞാൻ കയറി കാണിച്ചു തരാം. അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുന്നത്. മുകളിലും ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു ഡോറും ഉണ്ട്. ഒരു നേരെ കയറുന്ന ഒരു ഹാളും ഉണ്ട്. അപ്പൊ ആ ഹാളിന്റെ അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് മറ്റേ ഡോറ് പൂട്ടിയിട്ടേക്കണം. ഞാനിപ്പോ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരുന്നത്. അപ്പൊ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നേരെ ക്ലോസ് ചെയ്തേക്കണ അലുമിനിയം ഫാബ്രിക്കേഷന്റെ ഇത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ഡോറുണ്ട്. അത് ക്ലോസ് ചെയ്തിട്ടേക്കണം. പുറത്തോട്ട് ഇറങ്ങാനുള്ള ഈ ഡോറാണ് അകത്തോട്ട് കയറാനുള്ളത് നേരെ കാണുന്നത്. അപ്പൊ ഈ ഇഷ്ടമായ വാങ്ങിക്കാം. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ